ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐക്കോണിക് മെൻറ്റർ. അപ്പം നമ്മൾ നമ്മുടെ എക്കണോമിക് സർവേ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ 3 ക്ലാസ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് എക്കോണമി, മോണിറ്ററി ആൻഡ് ഫിനാൻസ് സെക്ടർ, അതുപോലെ ഇൻഫ്ലേഷൻ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ സെക്ടറും മീഡിയം ടേം ഔട്ട്ലുക്കുമാണ്. ഇത് ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതിനകത്ത് കുറേ ഇക്കണോമി റിലേറ്റഡ് ടേംസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കഴിഞ്ഞ UPSCയുടെ ഒരു 5 ഇയറിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇക്കണോമിക് ടേംസ് ചോദ്യമായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ കുറേ ടേംസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ. സോ ദിസ് ഇസ് സപ്പോസ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പഴയ വീഡിയോകൾ കാണാത്തവർ ഐ സജസ്റ്റ് യു ടു വാച്ച് ദോസ് ടു. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എക്സ്റ്റേണൽ സെക്ടർ ഗെറ്റിംഗ് FDA റൈറ്റ്. ആദ്യം ഗ്ലോബൽ ഇക്കോണമി കടന്നു പോകുന്ന സിറ്റുവേഷനെ പറ്റി നമുക്കൊരു അവയർനെസ് വേണം. ഓക്കെ, ദ വേൾഡ് ഇസ് എക്സ്പീരിയൻസിങ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. അതിന് കുറേ കാരണങ്ങളുണ്ട്. വി ഹാവ് ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ്, യു ഹാവ് യുക്രൈൻ റഷ്യ വാർ, യു ഹാവ് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ, യു ഹാവ് ഇഷ്യൂസ് ഇൻ ദ റെഡ് സീ. കുറേ ഇഷ്യൂസ് ഉണ്ട്, നമുക്കറിയാം. ഇതൊക്കെ അടുത്ത സ്ലൈഡിൽ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കും. വി ഹാവ് ഇക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷൻ. ഇതെന്താണെന്നുള്ളതും ഐ വിൽ ഡിസ്കസ്. ഈ ചോദ്യമൊക്കെ വരാം, ഒരു ഇക്കണോമിക് ടേം ആയതുകൊണ്ട്. വി ഹാവ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസ്റപ്ഷൻസ് വിച്ച് ആർ ഹാപ്പിംഗ്. ആൻഡ് വി ഓൾസോ ഹാവ് എലക്ഷൻസ്. എലക്ഷൻസ് ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു രാജ്യത്ത് എലക്ഷൻ വരുമ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രീസ് എല്ലാം കൺഫ്യൂഷനിലായിരിക്കും, കോർപ്പറേറ്റ്സ് എല്ലാം കൺഫ്യൂഷനിലായിരിക്കും. കാരണം പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്തായിരിക്കും? ട്രേഡിനെ അനുകൂലിക്കുമോ അതോ പുതിയ ടാക്സ് ഞങ്ങളുടെ മുകളിൽ വയ്ക്കുമോ? ട്രംപ് വന്നതിന് ശേഷം ഇദ്ദേഹം 10% ടാക്സ് ചൈനയ്ക്ക് മുകളിൽ വെച്ചു. അതുപോലെ തന്നെ കാനഡയ്ക്കും ടാക്സ് കൂട്ടിക്കൊടുത്തു. ഇങ്ങനെയുള്ള ഇഷ്യൂസാണ് ട്രംപ് വന്നപ്പോൾ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതൊരു അൺസർട്ടനിറ്റിക്ക് കാരണമാണ്. അപ്പോൾ ലോകത്ത് പല രാജ്യത്തും എലക്ഷൻ നടക്കുന്നതായതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാർക്കൊരു മടിയായിരിക്കും. ഓക്കെ, ദർ വിൽ ബി ആൻ അൺസർട്ടനിറ്റി വിച്ച് വിൽ ബി അറൗണ്ട്. ഓക്കെ, അപ്പം അതും ഈ ഗ്ലോബൽ ട്രേഡിനെ കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഡിസ്റപ്ഷൻസ് എന്താണെന്ന് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഗ്ലോബൽ ട്രേഡ് ഹാസ് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റഡ് ബൈ ഡിസ്റപ്ഷൻസ് ഇൻ റെഡ് സീ ലീഡിങ് ടു ഇൻക്രീസ് ഷിപ്പിംഗ് കോസ്റ്റ് ആൻഡ് ഡിലേസ് ഇൻ ഏഷ്യ യൂറോപ്പ് ട്രേഡ് ഫ്ലോസ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇവിടെയാണ്. റെഡ് സീയിൽ ആരാണ് സ്റ്റുഡൻസ് ഇവിടെ ഉള്ളത്? യമൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. യമനിൽ ആരാ ഉള്ളത്? ഹൂതീസ്. അപ്പോൾ ഈ വഴി പോകുന്ന, ഈ റെഡ് സീ വഴി പോകുന്ന ചരക്ക് ഗതാഗതത്തെ ഹൂതീസ് ഡിസ്റ്റർബ് ചെയ്യും. ഇത് കാരണം ഷിപ്പിംഗ് കോസ്റ്റ് കൂടും. പലപ്പോഴും ഈ റൂട്ടിൽ നിന്ന് വഴി തിരിച്ച് വരേണ്ടി വരും. സോ ഓൾ ദിസ് ഇൻക്രീസസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുമ്പോൾ ഓൾറെഡിയുള്ള പ്രൈസസ് കൂടും, ഇൻഫ്ലേഷൻ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഇഷ്യൂ. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഹൊർമൂസ് സ്ട്രീറ്റിലും ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇറാനുള്ളത് നിങ്ങൾക്ക് കാണാം. ഹൊർമൂസ് സ്ട്രീറ്റിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു ഇൻഫർമേഷനാണ്, ഏഷ്യ യൂറോപ്പ് ട്രേഡിൻ്റെ 40% ഇറ്റ് പാസസ് ത്രൂ റെഡ് സീ. ഇപ്പോൾ ഇവിടെ ഡിസ്റപ്ഷൻ ഉണ്ടായാൽ ഓവറോൾ ഏഷ്യയിലേക്ക് യൂറോപ്പിൽ നിന്ന് വരുന്ന ട്രേഡ് എഫക്റ്റഡ് ആവും. ഹൊർമൂസ് ട്രേഡ് ഏകദേശം 21% ഓഫ് ഗ്ലോബൽ പെട്രോളിയം ട്രേഡ് ഈ പറയുന്ന ഹൊർമൂസ് റീജിയനിൽ കൂടെ പോകുന്നത്. അവിടെയും ഡിസ്റപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഓയിലിൻ്റെ പ്രൈസ് കൂടും. ഓയിലിൻ്റെ പ്രൈസ് കൂടിയാൽ എല്ലാ ഗുഡ്സിൻ്റെയും പ്രൈസ് കൂടും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടിയാൽ എല്ലാ ഗുഡ്സിൻ്റെയും പ്രൈസ് കൂടും. ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ അഗെയിൻ. ക്ലിയർ? അപ്പോൾ ഇതൊരു ഇഷ്യൂ. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പനാമ കനാലിൽ ട്രേഡ് ഡിസ്ട്രപ്റ്റഡ് ആയി ഡ്രോട്ട് കാരണം. കാരണം പനാമ കനാലിലെ വെള്ളം ഇങ്ങനെ ഹൈ ആയിട്ടുണ്ടെങ്കിലേ ഒരു ഷിപ്പിന് ഡോക്ക് ചെയ്യാൻ പറ്റൂ. വെള്ളം ഉണ്ടെങ്കിലേ ഡോക്ക് ചെയ്യാൻ പറ്റൂ. വെള്ളം ഇല്ലെങ്കിൽ ഡോക്ക് ചെയ്യാൻ പറ്റില്ല, അടി ഇടിക്കത്തില്ലേ. ഇപ്പോൾ പനാമ കനാലിൽ വെള്ളം വന്നുകൊണ്ടിരുന്നത് പല ആർട്ടിഫിഷ്യൽ ലേക്സ് കൊണ്ടാണ്. അതിൽ ഗാറ്റൂൺ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഡ്രോട്ട്സ് ഇൻ പനാമ കനാൽ ഹാവ് റെഡ്യൂസ്ഡ് വാട്ടർ ലെവൽസ് ലിമിറ്റിംഗ് ദ പാസേജ് ഓഫ് ലാർജ് വെസൽസ്. ദിസ് ഹാസ് അഫക്റ്റഡ് അപ്രോക്സിമേറ്റ്ലി 5% ഓഫ് ഗ്ലോബൽ മാരിടൈം ട്രേഡ്, ഫർദർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻക്രീസ് ഷിപ്പിംഗ് ടൈംസ് ആൻഡ് ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ റെഡ് സീയിൽ പ്രശ്നം, ഹൊർമൂസ് സ്ട്രെയ്റ്റിൽ പ്രശ്നം, പനാമ കനാലിൽ പ്രശ്നം, പിന്നെ പലയിടത്തും എലക്ഷൻ. ഇതെല്ലാം കാരണം ഓവറോൾ എക്കണോമിയിൽ ഒത്തിരിയധികം ഡിസ്റപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ഷിഫ്റ്റുകൾ കാണിച്ചു തരാം. ദർ ആർ സം ചേഞ്ചസ് ഇൻ ദ വേ ഹൗ ഗ്ലോബൽ ട്രേഡ് ഈസ് ഡൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ മെയിൻസ് ആൻഡ് പ്രിലിംസ്. ചില ടേംസ് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻസിൽ ഇതൊരു ചോദ്യമായിട്ട് വരാം. 2 ടേംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വൺ ഇസ് ഫ്രണ്ട് ഷോറിങ് ആൻഡ് വൺ ഇസ് നിയർ ഷോറിങ്.
ഫ്രണ്ട് ഷോറിങ് വേറെ ഒന്നുമല്ല സ്റ്റുഡൻസ്, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമേ കൂടുതൽ ട്രേഡ് ചെയ്യുള്ളൂ, ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് കുറയ്ക്കും. അതായത് നമ്മുടെ ഫോറിൻ പോളിസിയുമായിട്ട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്സുമായിട്ട് ചേർന്ന് പോകുന്ന രാജ്യങ്ങളുമായിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. സപ്പോസ് USA-യും യൂറോപ്യൻ യൂണിയനും അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഗോൾസ് ഏകദേശം ഒന്നാണ്, അപ്പോൾ അവർ മാത്രം തമ്മിൽ കൂടുതൽ ട്രേഡ് ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ ആയിട്ടാട്ടോ പറഞ്ഞ് കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക, ഇതിനെയാണ് ഫ്രണ്ട് ഷോറിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നിയർ ഷോറിങ്? നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുമായിട്ട് മാത്രം കൂടുതൽ ട്രേഡ് ചെയ്യുക, ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് കുറയ്ക്കുക. അപ്പോൾ ഫ്രണ്ട് ഷോറിങ്ങും നിയർ ഷോറിങ്ങും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലി നമ്മളുമായിട്ട് അലൈൻ ആയ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുക. നിയർ ഷോറിംഗ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ദർ ഇസ് എ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഓഫ് ട്രേഡ് അമോങ് കീ ഇക്കണോമിക് അലൈസ്, റെഡ്യൂസിങ് ഡിപ്പെൻഡൻസി ഓൺ റൈവൽ ഇക്കോണമീസ്. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഇക്കണോമീസുമായിട്ട് കൂടുതൽ ട്രേഡ് ചെയ്യുക, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള ട്രേഡ് കട്ട് ഡൗൺ ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റഷ്യയും ചൈനയും നേരത്തെ യൂറോപ്യൻ യൂണിയനാണ് ഒത്തിരി വിറ്റുകൊണ്ടിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടായിരുന്നു അവരുടെ കുറേ ട്രേഡ്. റഷ്യ ഗ്യാസ് വിറ്റുകൊണ്ടിരുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. പക്ഷേ റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ദേ ഹാവ് റെഡ്യൂസ്ഡ് ദെയർ ഡിപ്പെൻഡൻസ് ഓൺ യൂറോപ്പ്. അവർ തമ്മിൽ കൂടുതൽ ട്രേഡ് തുടങ്ങി. അതുപോലെ തന്നെ യൂറോപ്പിൽ മുകളിൽ അവരുടെ ഡിപ്പെൻഡൻസ് അവർ കുറച്ചു, റഷ്യയും ചൈനയും. അതുപോലെ നമുക്ക് വലിയ രസമല്ലാത്ത ഒരു കാര്യം സംഭവിച്ചു, വിയറ്റ്നാമിൻ്റെയും ചൈനയുടെയും ട്രേഡ് ലിങ്ക് കൂടുതൽ സ്ട്രോങ് ആയി. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഫ്രണ്ട്സ് തമ്മിൽ കൂടുതൽ ട്രേഡ്, ഒപ്പോണൻസുമായിട്ടുള്ള ട്രേഡ് കുറഞ്ഞു. ഒരു ഗ്ലോബലൈസേഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. ഓക്കെ, അതുപോലെ നമ്മൾ കാണുന്നത് റൈസ് ഇൻ നോൺ താരിഫ് മെഷേഴ്സ്. താരിഫ്സ് ഹാവ് ബീൻ ഗ്രാജുവലി റിപ്ലേസ്ഡ് ബൈ റെഗുലേറ്ററി ബാരിയേഴ്സ് സച്ച് ആസ് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓർ എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യം ബാരിയേഴ്സ് എന്താണെന്ന് പറഞ്ഞു തരാം. അത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ജസ്റ്റ് ബി പേഷ്യൻറ്റ് വിത്ത് ഇറ്റ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഗുഡ്സ് US-ലേക്ക് വിടുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഇത് നമ്മുടെ എക്സ്പോർട്ടാണ്. ദിസ് ഈസ് അവർ എക്സ്പോർട്ട്സ്. ഇനി അമേരിക്കയെ സംബന്ധിച്ച് ഇതെന്താണ്? ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടാണ്. ഓക്കെ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ അമേരിക്കയ്ക്ക് സപ്പോസ് ഇന്ത്യയുടെ ഗുഡ്സ് വേണ്ട, നമ്മുടെ ഗുഡ്സ് അവർക്ക് വേണ്ട, അവർക്ക് ഇമ്പോർട്ട്സ് കുറയ്ക്കണം. ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറയുന്നത്, ഇതങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ അമേരിക്കയ്ക്ക് നമ്മുടെ ഇമ്പോർട്ട്സ്, നമ്മുടെ അവിടെ നിന്നുള്ള ഗുഡ്സ് വേണ്ട, അവരുടെ ഇമ്പോർട്ട്സ് അവർക്ക് കുറയ്ക്കണം. ക്ലിയർ? അതിന് അവരെന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ഇങ്ങനെ പോവുകയെന്ന് വെച്ചോ, അവരിവിടെ എത്തുമ്പോൾ, ഈ പോയിന്റ് എത്തുമ്പോൾ പറയും, നിങ്ങൾ ഒത്തിരി ടാക്സ് അടച്ചാലേ, താരിഫ് അടച്ചാലേ നിങ്ങളുടെ ഗുഡ്സ് ഞങ്ങൾ അകത്തോട്ട് കയറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അവർ താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്ന സ്റ്റുഡൻസ്? ഇന്ത്യൻ ഗുഡ്സ് കോസ്റ്റ്ലി ആവും. അതായത് അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഈ ഗുഡ്സ് എക്സ്ട്രാ കുറേ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ പ്രോഡക്ട്സ് ആരും വാങ്ങില്ല, കാരണം അമേരിക്ക അതിന് ടാക്സ് ഒത്തിരി വെച്ചേക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ ഹാർലി ഡേവിഡ്സൺ ഒത്തിരി കാശുണ്ടാകാൻ കാരണം നമ്മുടെ ഗവൺമെൻറ് ഹാർലി ഡേവിഡ്സണിൻ്റെ മുകളിൽ വലിയ ടാക്സ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ അതിന് ഒത്തിരി ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യക്കാരും ഹാർലി ഡേവിഡ്സൺ മേടിക്കില്ല, കാരണം ഇന്ത്യ അതിനകത്ത് ടാക്സ് വെക്കുന്നതാണ്. അതുപോലെ തന്നെ അമേരിക്കയും ചെയ്യാം. ഇന്ത്യയുടെ ഗുഡ്സ് അമേരിക്കയിലേക്ക് വരുമ്പോൾ അവർ പറയും, ഈ ഗുഡ്സ് അമേരിക്ക കയറണമെങ്കിൽ നിങ്ങൾ വലിയ ടാക്സ് അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ താരിഫ് അടയ്ക്കേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ താരിഫ് മെഷേഴ്സ് എന്ന് പറയുന്നത്, നോർമൽ കേസിലുള്ള താരിഫ് മെഷേഴ്സ്. ഇപ്പം നോർമലി ഇത് കസ്റ്റം ഡ്യൂട്ടി ആവാം. ഓക്കെ, അതുപോലെ നിങ്ങൾ ഹോംവർക്കിൽ പഠിക്കേണ്ട ചില, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ടതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, അതെന്താണെന്ന് പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആൻറ്റി ഡംപിങ് ടാക്സ്, അല്ലെങ്കിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്താണെന്ന് പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ടേംസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്താണ് ഈ പറയുന്ന ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പം നിങ്ങളുടെ ഗുഡ്സ് എനിക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഗുഡ്സിൻ്റെ മുകളിൽ ഞാൻ വലിയ താരിഫ് ചുമത്തും. അപ്പം നിങ്ങളുടെ ഗുഡ്സ് കോസ്റ്റ്ലി ആവും, എൻ്റെ രാജ്യത്ത് ആരും അതും വാങ്ങില്ല. ഇനിയും ഇതൊരു പ്രശ്നമുണ്ട്. ഈ താരിഫ് വഴി നിങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ WTO പോലുള്ള സംഘടനകൾ ഇടപെടും. കാരണം അങ്ങനെ ഗ്ലോബലൈസേഷൻ്റെ എറയിൽ, ഫ്രീ ട്രേഡിൻ്റെ എറയിൽ ഒരു രാജ്യം അങ്ങനെ കൂടുതൽ താരിഫ് വെച്ചാൽ അത് ശരിയല്ല, പലരും എതിർക്കും. അതുകൊണ്ട് ഇവർ വളഞ്ഞ വഴി വേറെ ഒരു മാർഗം കണ്ടുപിടിച്ചു. പോട്ടെ, ഞങ്ങൾക്ക് ടാക്സ് ഇന്ത്യൻ ഗുഡ്സിൻ്റെ മുകളിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണ്, ടാക്സ് കൂട്ടാൻ പറ്റുന്നില്ല, പോട്ടെ, ഞങ്ങൾ ഇന്ത്യൻ ഗുഡ്സിൻ്റെ മുകളിൽ കുറേയധികം റെഗുലേഷൻസ് വയ്ക്കും, കുറേയധികം ലോകൾ വയ്ക്കും, കുറേയധികം എൻവയോൺമെൻറ്റ് റെഗുലേഷൻസ് വയ്ക്കും. അതായത് ഇന്ത്യൻ പ്രോഡക്ട്സ് എൻ്റെ രാജ്യത്തേക്ക്, അമേരിക്കയിലേക്ക് കയറണമെങ്കിൽ അവൻ വളരെ വലിയ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ ഇന്ത്യൻ ഗുഡ്സ് അമേരിക്കയിലേക്ക് കയറുന്നതിന് മുമ്പേ അവൻ ചില റൂളുകൾ അനുസരിച്ചേ പറ്റൂ. അവൻ ഗുഡ്സ് ഉണ്ടാക്കുമ്പോൾ ആ ഗുഡ്സിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിലേ അമേരിക്കയിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുമ്പോൾ ഇത് ടാക്സ് വെച്ച് അമേരിക്ക ഇന്ത്യ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ടാക്സ് അല്ലാത്ത വേറെ മാർഗ്ഗങ്ങൾ വഴി ഇന്ത്യയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നോൺ താരിഫ് ബാരിയേഴ്സിനെ നമ്മൾ സിമ്പിളി പറയുന്നത് എന്താ? വെൻ എ നേഷൻ ഇമ്പോസസ് റെസ്ട്രിക്ഷൻസ് അതർ ദാൻ
താരിഫ് ടു റെസ്ട്രിക്റ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, ഇപ്പം നേഷൻ 1 എക്സാമ്പിൾ നമ്മൾ അമേരിക്ക എന്ന് വെച്ചോ. അമേരിക്ക എന്ത് ചെയ്യും? ഇന്ത്യയുടെ മുകളിൽ ഒരു എക്സാമ്പിളായിട്ട് ഇന്ത്യയുടെ മുകളിൽ ഒത്തിരി റെസ്ട്രിക്ഷൻ വയ്ക്കും. അപ്പോൾ നമ്മുടെ ഗുഡ്സ് അമേരിക്ക കയറാൻ അവർ സമ്മതിക്കില്ല. ഇറ്റ് വുഡ് ബി വെരി കോസ്റ്റ്ലി. അവർ ടാക്സ് വെച്ചല്ല നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, ടാക്സ് അല്ല അല്ലെങ്കിൽ താരിഫ് അല്ലാതെ വേറെ മാർഗ്ഗങ്ങളും കൊണ്ട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ താരിഫ് മെഷേഴ്സ് അല്ലെങ്കിൽ നോൺ താരിഫ് ബാരിയേഴ്സ്. ഒന്നുകിൽ അവർക്ക് നമ്മുടെ ഗുഡ്സിൻ്റെ മേളിൽ വലിയ ടാക്സ് വയ്ക്കാം, അപ്പം നമ്മുടെ ഗുഡ്സ് അവിടെ കോസ്റ്റ്ലി ആവും, ആരും മേടിക്കില്ല. അല്ലെങ്കിൽ അവർ ചില റെഗുലേഷൻസും റൂൾസും റിക്വയർമെൻറ്റ്സും ഒക്കെ വയ്ക്കും, പ്രൊസീജിയേഴ്സൊക്കെ വലുതാകും. അപ്പോൾ ഇന്ത്യൻ ഗുഡ്സ് അമേരിക്ക കയറാൻ ബുദ്ധിമുട്ടാവും. ഇതിനെയാണ് നമ്മൾ നോൺ താരിഫ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഹോപ്പ് യു പീപ്പിൾ ആർ ക്ലിയർ വിത്ത് ദിസ്. ഓക്കെ, ഓവർ 26,000 ന്യൂ ട്രേഡ് റിലേറ്റഡ് റെസ്ട്രിക്ഷൻസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ് ഗ്ലോബലി ബിറ്റ്വീൻ 2020 ആൻഡ് 2024. അപ്പോൾ ട്രേഡ് റെസ്ട്രിക്ഷൻ കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. ദിസ് ഇസ് അഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ. പിന്നെ ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് കൂടുന്നുണ്ട്. ഇറ്റ് അഫക്ട്സ് അപ്രോക്സിമേറ്റ്ലി 67% ഓഫ് ഗ്ലോബൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ ഈ ബാരിയേഴ്സ് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ഫ്യൂച്ചറിലും അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇന്ത്യൻ എക്സ്റ്റേണൽ സെക്ടർ കണ്ടിന്യൂസ് ടു ഡിസ്പ്ലേ റെസിലിയൻസ് അമിഡ്സ് ഗ്ലോബൽ അൺസർട്ടനിറ്റീസ്. ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്. ഓവറോൾ എക്സ്പോർട്സ്, നമ്മുടെ ഗുഡ്സും പ്ലസ് നമ്മുടെ സർവീസും, ഗുഡ്സും സർവീസും രണ്ടും കൂടെ ചേർത്തുള്ള എക്സ്പോർട്ട് ഓവറോൾ 6% കൂടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സർവീസ് സെക്ടറും 11.6% ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോളും നമുക്ക് ഗ്രോത്താണ്, അതുപോലെ നമ്മുടെ സർവീസ് മാത്രം എടുത്താൽ അതും ഗ്രോത്താണ്. ഇന്ത്യ ഷെയർ ഇൻ ഗ്ലോബൽ സർവീസ് എക്സ്പോർട്സ് ഹാസ് ഓൾമോസ്റ്റ് ഡബിൾ ഫ്രം 1.9% ടു 4.3. അപ്പോൾ ഓവറോൾ ലോകം മൊത്തത്തിലുള്ള സർവീസിൻ്റെ ട്രേഡ് നോക്കിയാൽ അതിൽ 4.3% ഇപ്പോൾ ഇന്ത്യയുടെ ഷെയറാണ്. നേരത്തെ ഇത് 1.9. അപ്പം 2 ഇരട്ടി കൂടുതൽ നമ്മൾ ബെറ്റർ ആയിട്ടുണ്ട് ഇൻ സർവീസ് എക്സ്പോർട്ട്. സർവീസുകളുടെ എക്സ്പോർട്ടിൽ അല്ലെങ്കിൽ സർവീസിൻ്റെ ഷെയർ നോക്കിയാൽ നമ്മൾ 2 ഇരട്ടി ബെറ്റർ ആയിട്ടുണ്ട്. ഈ ഡേറ്റ മനസ്സിലാക്കുക. ഇന്ത്യ ഷെയർ ഇൻ ഗ്ലോബൽ സർവീസ് എക്സ്പോർട്സ് ഹാസ് ഡബിൾഡ് ഓർ മോർ ദാൻ ഡബിൾ ഫ്രം 1.9 ടു 4.3. ഈ ഫിഗർ മാത്രം ഓർത്തിരുന്നാൽ ഇറ്റ് വുഡ് ബി ഗുഡ്. അപ്പം നമ്മുടെ ഓവറോൾ എക്സ്പോർട്സ് കൂടിയിട്ടുണ്ട്, നമ്മുടെ മർക്കൻഡൈസ് എക്സ്പോർട്സ് കൂടിയിട്ടുണ്ട്, നമ്മുടെ സർവീസ് എക്സ്പോർട്സ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ട്രെൻഡ്. ഇനി മർക്കൻഡൈസിൻ്റെ മാത്രം കാര്യം നമുക്കിവിടെ നോക്കാം. ലെറ്റ് us ലുക്ക് ഇൻ ടു ദ മർക്കൻഡൈസ്. ഓക്കെ, ഇനി 3 ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, മർച്ചൻഡൈസിൻ്റെ എക്സ്പോർട്ടാണ് ഈ പറയുന്ന ഗ്രാഫ്, ഇവിടെ നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പം നമ്മുടെ മർച്ചൻഡൈസിൻ്റെ എക്സ്പോർട്ട് അല്ലെങ്കിൽ മർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ മർച്ചൻഡൈസ് എക്സ്പോർട്ട് കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കഴിഞ്ഞ 5 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് പോകുന്നത്, ഇത് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഒരു ചോദ്യം വരുവാണ്, കൺസിസ്റ്റൻസ്ലി ഇന്ത്യയുടെ മർച്ചൻഡൈസ് എക്സ്പോർട്ട് കൂടുന്നോ കുറയുന്നോ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഇത് വേവറിങ് ഫസ്റ്റ് ട്രെൻഡ്. ഇനി നമ്മുടെ മർച്ചൻഡൈസിൻ്റെ ഇമ്പോർട്ട്, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മർച്ചൻഡൈസ് ഇമ്പോർട്ട് ചെയ്യുന്നതും കോൺസിസ്റ്റൻ്റ് ഒന്നുമല്ല, അതും മാറിയും മറിഞ്ഞിരിക്കുക. അപ്പോൾ അതും ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺസിസ്റ്റൻറ്റ് പാറ്റേൺ രണ്ടിനും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഡേറ്റ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ഇനി മർച്ചൻഡൈസ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വാല്യൂവും ഇമ്പോർട്ട് ചെയ്യുന്ന വാല്യൂവിൻ്റെയും ഡിഫറൻസ്, അതും നോക്കിയാൽ അതും മാറിയും മറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? ഇതും മാറിയും മറിഞ്ഞിരിക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മർച്ചൻഡൈസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ കേസിൽ ഇന്ത്യ എപ്പോഴും ട്രേഡ് ഡിഫസിറ്റിലാണ്. അതായത് എന്താ ഞാൻ സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗുഡ്സ് ഇമ്പോർട്ട് എപ്പോഴും നമ്മുടെ ഗുഡ്സ് എക്സ്പോർട്ടിനെക്കാട്ടി കൂടുതലായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വരുത്തുന്നതാണ് കൂടുതൽ, എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഇമ്പോർട്ടാണ് വരുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. സിമ്പിൾ പറഞ്ഞാൽ നഷ്ടമായിരിക്കും. അത് ഓർക്കുക. അപ്പോൾ ഇതിനകത്ത് 3 ട്രെൻഡ് ഉണ്ട്. മർച്ചൻഡൈസ് എക്സ്പോർട്ട് കൂടിയും കുറയുകയും ചെയ്തിട്ടുണ്ട്, മർച്ചൻഡൈസ് ഇമ്പോർട്ടും കൂടിയും കുറയുകയും ചെയ്തിട്ടുണ്ട്. 5 വർഷത്തെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ എപ്പോഴും നമുക്ക് ഡെഫിസിറ്റാണ്. ക്ലിയർ? അതാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ പഠിക്കേണ്ട അടുത്ത ഡേറ്റ കഴിഞ്ഞ 2 വർഷങ്ങളിൽ, കഴിഞ്ഞ 1 വർഷം മാത്രം എന്താ ട്രെൻഡ് എന്നാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മർച്ചൻഡൈസ് എക്സ്പോർട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂടിയിട്ടുണ്ട്, നമ്മുടെ മർച്ചൻഡൈസ് ഇമ്പോർട്ട് അതും കൂടിയിട്ടുണ്ട്. അപ്പോൾ 2 കാര്യം കൂടെ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തെ ഡേറ്റ ആണെങ്കിൽ മർച്ചൻഡൈസ് എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്, മർച്ചൻഡൈസ് ഇമ്പോർട്ടും കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു സാധനം കൂടെ കൂടി, നമുക്ക് വലിയ നല്ലതല്ല, നമ്മുടെ ഡെഫിസിറ്റും കൂടി. ഇവിടെ ഞാൻ പറഞ്ഞ ഡേറ്റകൾ എന്താ?
നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ മർച്ചൻഡൈസിൻ്റെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. മർച്ചൻഡൈസ് എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുത്തുന്ന മർച്ചൻഡൈസ് ഇമ്പോർട്ടും കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? ഓവറോൾ നോക്കുമ്പോൾ നമ്മുടെ ഡെഫിസിറ്റും കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ് സ്റ്റുഡൻസ്? നല്ലതാണ് നമ്മുടെ മർച്ചൻഡൈസ് എക്സ്പോർട്ട് കൂടുന്നത്, പക്ഷേ അതിനേക്കാട്ടി വേഗത്തിൽ നമ്മുടെ ഇമ്പോർട്ട് കൂടുന്നുണ്ട്. നമ്മുടെ എക്സ്പോർട്ട് നമ്മൾ കയറ്റി അയക്കുന്നത് കൂടുന്നുണ്ട്, പക്ഷേ അതിനേക്കാട്ടി വേഗത്തിലാണ് നമ്മുടെ ഇമ്പോർട്ട് കൂടുന്നത്. അതുകൊണ്ട് ഓവറോൾ നമുക്ക് എന്താ പറ്റുന്നത്? എപ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് ആയിരിക്കും. അതുപോലെ കഴിഞ്ഞ ഒരു വർഷം നോക്കിയാലും നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടിയിട്ടുണ്ട്. നല്ലൊരു കാര്യമല്ല. ഇനി വേറൊരു ട്രിവിയൽ ഫാക്റ്റാണ്, നോൺ പെട്രോളിയം എക്സ്പോർട്ടിൽ നമ്മൾ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ പെട്രോളിയം ജ്വല്ലറി ജെംസും ഒഴിച്ചുള്ളതിനും നമ്മൾ ബെറ്റർ ആയിട്ടുണ്ട്. അതൊരു ട്രിവിയൽ ഫാക്റ്റാണ്, നിർബന്ധമില്ല പഠിക്കണമെന്ന്. ഓക്കെ, ഇനി സർവീസിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ട്രെൻഡ് പറഞ്ഞുതരാം. സർവീസിൻ്റെ എക്സ്പോർട്ട് നിങ്ങൾ നോക്കിയാലും അത് കുറയുകയും കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ്ലി കഴിഞ്ഞ 5 വർഷം സർവീസ് എക്സ്പോർട്ട് കൂടി, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി നമ്മുടെ സർവീസ് എക്സ്പോർട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡേറ്റ ഇല്ല. അതുപോലെ സർവീസിൻ്റെ ഇമ്പോർട്ട് ആണെങ്കിലും അതും കൺസിസ്റ്റൻ്റ്ലി കൂടിയോ കുറയോ അല്ല ചെയ്യുന്നത്, അതും ഇങ്ങനെ വേവറിങ് ആയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു സർവീസ് എക്സ്പോർട്ട് കൺസിസ്റ്റൻ്റ്ലി കൂടിയോ കുറയോ ചെയ്തിട്ടില്ല, കൂടിയും കുറയും ചെയ്തിട്ടുണ്ട്. സർവീസ് ഇമ്പോർട്ട് ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും, അങ്ങനെ തന്നെയാണ് അതും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് എപ്പോഴും ഇതിനകത്ത് ട്രേഡ് സർപ്ലസ് ആണ്, ഓർത്തിരിക്കുക. വി ഓൾവേസ് ഹാവ് ട്രേഡ് സർപ്ലസ്, അതാണ് ഇമ്പോർട്ടൻസ്. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ? മർച്ചൻഡൈസിൻ്റെ കേസിൽ, ഗുഡ്സിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും ഡെഫിസിറ്റ് ആണ്. അതേസമയം സർവീസിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും സർപ്ലസ് ആണ്. ദിസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇനി സർവീസ് ചെയ്ത പോലെ കഴിഞ്ഞ ഒരു വർഷത്തെ കമ്പാരിസൺ നോക്കാം. നമ്മുടെ സർവീസിൻ്റെ കേസിൽ നമ്മുടെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്, സർവീസിൻ്റെ കേസിൽ നമ്മുടെ ഇമ്പോർട്ടും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആശ്വസിക്കാം, ഓവറോൾ നമ്മുടെ ട്രേഡ് സർപ്ലസ് ആണ്. നമുക്ക് എക്സ്പോർട്ടിൽ എപ്പോഴും നമുക്ക് സർപ്ലസാണ്, അത് കൂടിയിട്ടുണ്ട്. ക്ലിയർ? ഇനി ഞാനൊരു കമ്പാരിസൺ ചാർട്ട് വരയ്ക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മർച്ചൻഡൈസ് ഒരു സൈഡിൽ, ഗുഡ്സ് ഒരു സൈഡിൽ, സർവീസ് ഒരു സൈഡിൽ. ഓക്കെ, ക്ലിയർ? അപ്പം മർച്ചൻഡൈസിൻ്റെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്, സർവീസിൻ്റെയും എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്, മർച്ചൻഡൈസിൻ്റെ ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട്, സർവീസിൻ്റെ ഇമ്പോർട്ടും കൂടിയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ നോക്കിയാൽ മർച്ചൻഡൈസിന് ഡെഫിസിറ്റാണ്, അത് കൂടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. പക്ഷേ സർവീസിന് എന്താ സ്റ്റുഡൻസ്? സർവീസിന് സർപ്ലസ് ആണ്, അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ഈ പറയുന്ന ട്രെൻഡ് മനസ്സിലാവും. ഇങ്ങനെയുള്ളൊരു ട്രെൻഡിൽ നിന്ന് കഴിഞ്ഞ വർഷം അതോ അതിന് മുമ്പുള്ള ഏതോ വർഷം 2020 കഴിഞ്ഞിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം മർച്ചൻഡൈസിൻ്റെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്, ഇമ്പോർട്ടും കൂടിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഡെഫിസിറ്റ് ആണ്, അത് കൂടുകയും ചെയ്തിട്ടുണ്ട്. സർവീസ് നോക്കിയാൽ അതിൻ്റെ എക്സ്പോർട്ടും കൂടിയിട്ടുണ്ട്, ഇമ്പോർട്ടും കൂടിയിട്ടുണ്ട്, സർപ്ലസും കൂടിയിട്ടുണ്ട്. അപ്പം മർച്ചൻ്റ് ട്രേഡിൽ നമുക്ക് വരുന്ന നഷ്ടം നികത്തുന്നത് ആരാ? സർവീസാണ്. അതുകൊണ്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഇല്ല, കറണ്ട് അക്കൗണ്ട് അറിയാത്ത കുട്ടികൾ നിങ്ങൾ ബേസിക്സ് പഠിക്കുക. കറണ്ട് അക്കൗണ്ടിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് എപ്പോഴും സർവീസസ് ആണ്. കാരണം മർച്ചൻഡൈസിൽ എപ്പോഴും നമുക്ക് ഡെഫിസിറ്റ് ആണ്, നഷ്ടമാണ്. ആ നഷ്ടം നികത്തുന്നത് പലപ്പോഴും ആരാണ്? സർവീസ് സെക്ടറാണ്. സോ യു ഷുഡ് ബി ക്ലിയർ വിത്ത് ദിസ്. ട്രെൻഡും ക്ലിയർ ആക്കുക. ഇനി സെക്ടോറൽ ലെവൽ ചാലഞ്ചസ്, നമുക്ക് സെക്ടോറൽ ലെവൽ ചാലഞ്ചസ് നോക്കേണ്ടത് ഒരാവശ്യമാണ്. വി വിൽ ലുക്ക് ഇൻ ടു ദ സെക്ടോറൽ ലെവൽ ചാലഞ്ചസ്. ഓക്കെ, ഓരോ സെക്ടറുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കണം. ഓക്കെ, ആദ്യം ടെക്സ്റ്റൈൽ എക്സ്പോർട്സിനെ പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യൻ ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് ഹാവ് സ്ട്രഗിൾഡ് ടു ഗ്രോ ഡിസ്പൈറ്റ് സ്ട്രോങ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. നമുക്കൊരു സ്ട്രോങ് ഡൊമസ്റ്റിക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രശ്നം നേരിട്ടുണ്ട്. നമ്മൾ വേൾഡ് വൈഡ് നോക്കി, ഈ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ്, 6ാമത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് ടെക്സ്റ്റൈൽസിൻ്റെ. പക്ഷേ നമ്മളിപ്പോഴും ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും വിയറ്റ്നാമിൻ്റെയും പുറകിൽ കിടക്കുകയാണ്. കാരണം എന്താ? ലോകത്ത് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെക്കാട്ടി ഇപ്പോൾ പലപ്പോഴും സിന്തറ്റിക്കും മാൻമെയ്ഡ് ഫൈബേഴ്സിനുമാണ് ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. നമ്മളിപ്പോഴും എന്താ കോട്ടൺ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ് കൂടുതൽ നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്സിലുള്ളത്. പക്ഷേ ഗ്ലോബൽ ഡിമാൻഡ് കോട്ടണിൽ നിന്ന് മാറി സിന്തറ്റിക്കും മാൻമെയ്ഡ് ഫൈബേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ ചൈനയ്ക്കും ബംഗ്ലാദേശിനും വിയറ്റ്നാമിനും പറ്റിയിട്ടുണ്ട്, നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ ട്രേഡ് ബാരിയറും നമ്മുടെ ടെക്സ്റ്റൈൽ സെക്ടറിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം US ഇപ്പോൾ ഒരു കൊറിയ എന്നുള്ള ടെക്സ്റ്റൈൽ പോയി കഴിഞ്ഞാൽ അതിന് ഒരു ടാക്സും ഇല്ല, താരിഫും ഇല്ല. കാരണം കൊറിയയും USA ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൺസെപ്റ്റ് ഫ്രണ്ട് ഷോറിങ്ങാണ് സംഭവിക്കുന്നത്. ഫ്രണ്ട് ഷോറിങ്, കൊറിയയ്ക്ക് താരിഫ് കൊടുക്കണ്ട. പക്ഷേ ഇന്ത്യയിൽ നിന്നൊരു ടെക്സ്റ്റൈൽ US പോയാൽ അതിന് 11.3% താരിഫ് കൊടുക്കേണ്ടി വരും. ഇറ്റ് ഷുഡ്
ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു എക്സ്പോർട്ടർ ക്ലോത്ത് കടത്തി വിട്ടാൽ യു എസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ യു എസിൽ അതിന് 11% ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ കൊറിയയെക്കാട്ടി നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ആർ ബർഡൻ ബൈ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ്, ഡീറ്റെയിൽഡ് റിപ്പോർട്ടിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ താരിഫ് മെഷേഴ്സ് അല്ലെങ്കിൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് അമേരിക്കയിലേക്ക് എത്തണമെങ്കിൽ അവർ ഇതെല്ലാം ഈ കടമ്പകളെല്ലാം കടക്കണം. അവർ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പറയണം, കോംപ്ലക്സ് പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യണം, അവർ ചരക്ക് കയറ്റി വിടുന്നതിന് മുമ്പ് പ്രീ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിക്കണം. അപ്പോൾ ഇന്ത്യൻ ഗുഡ്സിന് അമേരിക്ക കയറാൻ ടഫാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ എം ഷോയിങ്. പിന്നെ ഗവൺമെൻറ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഫിഗേഴ്സ് ഞാൻ നോക്കുന്നില്ല, നിങ്ങളത് പഠിക്കണം. നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ ഉണ്ടാകുന്നുണ്ട് ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ സസ്റ്റൈനബിൾ ഫാബ്രിക്സ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്സ്റ്റൈൽസ്. PM മിത്ര പാർക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടു ക്രിയേറ്റ് ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ ഹബ്സ് ടു റെഡ്യൂസ് ലോജിസ്റ്റിക്കൽ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. അപ്പോൾ ഈ സ്കീമുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതാ? നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് മിഷൻ, പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, PM മിത്ര ലോജിസ്റ്റിക്കൽ ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്യാനും ട്രാൻസ്പോർട്ട് കോസ്റ്റ് കുറയ്ക്കാനും പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടാനും. അപ്പോൾ ഈ സ്കീമുകളെല്ലാം പഠിക്കണം. PLA ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ട്രേഡ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നേരത്തെ ഞാൻ പഠിപ്പിച്ച് ഈ നോൺ താരിഫ് ബാരിയേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ലോകത്ത് നമ്മൾ നോക്കിയാൽ റെഗുലർ താരിഫുകൾ കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി അധികം. കാരണം WTOയും ഗാട്ടും ഒക്കെ വന്നതിന് ശേഷം താരിഫ്സ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോർമൽ താരിഫ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നോൺ താരിഫ് മെഷേഴ്സ് അല്ലെങ്കിൽ ബാരിയേഴ്സ് കൂടിയിട്ടുണ്ട്. ഇത് നല്ലൊരു കാര്യമല്ല. ഓക്കെ, നോൺ താരിഫ് മെഷേഴ്സിൽ നമുക്ക് എന്തുണ്ട്? ടെക്നിക്കൽ ബാരിയേഴ്സ് ഉണ്ടാവും, സബ്സിഡീസ് ഉണ്ടാവും, എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ട്രേഡ് ബാരിയേഴ്സ് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ എക്സാമ്പിൾ EUവിൻ്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ വിൽ ഇമ്പാക്ട് ഇന്ത്യൻ എക്സ്പോർട്ട്സ്. അപ്പോൾ CBAM എന്ന് പറഞ്ഞ ഈ സംഭവവും ഡീഫോറസ്റ്റേഷൻ റെഗുലേഷനും നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്സിനെ വളരെയധികം ബാധിക്കും. ഈ CBAM എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ, അത് അറിയാവുന്നവർ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞ് വീഡിയോ കണ്ടാൽ മതി. യു ക്യാൻ സ്കിപ്പ് ദ ടൈം. പക്ഷേ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അറിയാവുന്നവർ വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടോളൂ, റിവിഷൻ. പക്ഷേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിപ്പിക്കില്ല, ഞാനൊരു ഷോർട്ട് വെർഷനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ആണെന്ന് വയ്ക്കുക. ടേക്ക് ദിസ് ആസ് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, അവിടെ ഒരു കമ്പനി ഉണ്ടെന്ന് വയ്ക്കുക, കമ്പനി A. കമ്പനി A എവിടെയാണ്? യൂറോപ്യൻ യൂണിയനിലാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങളുടെ മാനുഫാക്ചറിങ് സെൻറ്റർ പൊല്യൂട്ടിങ് ആണെങ്കിൽ യൂറോപ്പിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? രാജ്യങ്ങളിൽ കാർബൺ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മുടെ കമ്പനി A കുറച്ച് പുകയൊക്കെ പുറത്തോട്ട് വിടുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചോ. അപ്പം ഈ കമ്പനി Aക്ക് $1000, ഞാനിതൊരു ഫിക്റ്റീഷ്യസ് എമൗണ്ട് ആയിട്ടാണ് വയ്ക്കുന്നത്, $1000 കാർബൺ ടാക്സ് ആയിട്ട് അടച്ചാലേ യൂറോപ്പിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇതുപോലെ ഒരു കമ്പനി B ഉണ്ട്. ഇവനും എന്ത് ചെയ്യും? ഈ കമ്പനി B എന്ത് ചെയ്യും? പൊല്യൂട്ടിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ അവന് ഈ $1000 യൂറോപ്യൻ യൂണിയൻ്റെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് കമ്പനി B എന്ത് ചെയ്യും? അവൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അങ്ങ് മാറ്റും. എന്നിട്ട് അവൻ ഏഷ്യയിൽ ഏതെങ്കിലും രാജ്യത്തിലേക്ക് വരും. എന്നിട്ട് ഏഷ്യ വന്നിട്ട് ഇവൻ ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങും. ക്ലിയർ? എന്നിട്ട് ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യില്ലേ ഗുഡ്സ്? ഈ പറയുന്ന ഏഷ്യയിലുള്ള പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് തിരിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് തന്നെ വിടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കമ്പനി B ഒരു യൂറോപ്യൻ കമ്പനിയാണ്. പക്ഷേ ഇവൻ്റെ മാനുഫാക്ചറിങ് ബേസ് ഏഷ്യയിലേക്ക് മാറ്റി. ഏഷ്യയിലെ ഗുണം എന്താ? ഈ പറയുന്ന കാർബൺ ടാക്സ് അവിടെ പല രാജ്യങ്ങളിലും കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഈ കമ്പനിക്ക് ചിലപ്പോൾ ഒരു $100 മാത്രം ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി, എൻവയോൺമെൻറ്റൽ ടാക്സ് ആയിട്ട്. പക്ഷേ യൂറോപ്പിലുള്ള കമ്പനിക്ക് 1000-ഉം ഈ കമ്പനിക്ക് $100 കൊടുത്താൽ മതി. എന്നിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്? ഇവൻ്റെ ഈ പ്രോഡക്റ്റ് EUവിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും സ്റ്റുഡൻസ്? ചീപ്പറായിരിക്കും. കാരണം ഇവന് ടാക്സ് അടയ്ക്കണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ഇൻപുട്ട് കോസ്റ്റ് കുറഞ്ഞില്ലേ? അതേസമയം കമ്പനി Aയുടെ പ്രോഡക്റ്റും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലേക്ക് പോകും. പക്ഷേ ഇവൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? കോസ്റ്റ്ലി ആയിരിക്കും. കാരണം യൂറോപ്പിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് അവൻ എക്സ്ട്രാ ടാക്സ് കൊടുക്കണം. ഈ കമ്പനി A $1000 കൊടുക്കണം. അപ്പോൾ അവൻ്റെ പ്രോഡക്റ്റും കോസ്റ്റ്ലി ആവും. പക്ഷേ കമ്പനി B യൂറോപ്യൻ കമ്പനി ആണെങ്കിൽ പോലും അവൻ്റെ മാനുഫാക്ചറിങ് ഏഷ്യയിലേക്ക് മാറ്റി. അതുകൊണ്ട് അവന് $100 ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അവൻ്റെ പ്രോഡക്റ്റ് യൂറോപ്പിലേക്ക് വരുമ്പോൾ ചീപ്പറാവും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി Aക്ക് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദിസ് ഇസ് എ ഡിസഡ്വാൻറ്റേജ് ഫോർ കമ്പനി A. കാരണം അവന് $1000 ടാക്സ് കൊടുക്കുകയാണ്. അപ്പം യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു അങ്ങനെ
നിങ്ങൾ എന്താ ചെയ്യേണ്ട? അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കണ്ട. നിങ്ങൾ ഈ ചീപ്പർ പ്രോഡക്ട്സ് ഇനി ഇവിടെ കയറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന കമ്പനി അടച്ച സെയിം ടാക്സ് നിങ്ങൾ അടച്ചേ പറ്റൂ. അപ്പം $100 നിങ്ങൾ ഓൾറെഡി ഈ ഏഷ്യൻ രാജ്യത്തിൽ അടച്ചു. ഇവിടെ നിങ്ങൾ $900 $900 അടച്ചാലേ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ കയറാൻ പറ്റും. അപ്പം ഈ കമ്പനി ബിക്കുള്ള അഡ്വാൻറ്റേജ് എല്ലാം പോയി. മനസ്സിലായോ? ഇതിനെയാണ് CBAM എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയാ. ഡോണ്ട് വറി, തിങ്സ് ആർ വെരി ഓക്കെ. കാരണം എൻവയോൺമെൻറ്റ് എക്കോളജിയിലുള്ളതാണ്, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇത് സിമ്പിളായിട്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. CBAM imposes carbon price on imports to equalize cost with EU producers. ഓക്കെ, അതുപോലെ EUDR എന്ത് പറയുന്നു? ഇമ്പോർട്ട്സ് മസ്റ്റ് ബി ഡിഫോറസ്റ്റേഷൻ ഫ്രീ. അതായത് നമ്മൾ ഏതെങ്കിലും കാട് ക്ലിയർ ചെയ്തോ അല്ലെങ്കിൽ ഫോറസ്റ്റ് നശിപ്പിച്ചോ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ അത് യൂറോപ്പിലേക്ക് കയറാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിപ്പോക്രസിയാണ്. കാരണം എന്താണെന്നറിയാമോ? അവരായ കാലത്ത് ഈ ഫോറസ്റ്റ് നശിപ്പിച്ചു, ലോകം മൊത്തം പൊല്യൂഷനും ചെയ്തു, എന്നിട്ട് അവർ ഡെവലപ്പായി. നമുക്കിപ്പോൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് പൊല്യൂഷൻ ചെയ്യേണ്ടി വരും, കുറച്ച് ഫോറസ്റ്റൊക്കെ ചിലപ്പോൾ വെട്ടേണ്ടി വരും. അതിനവർക്ക് വലിയ പ്രശ്നമാണ്. അവരായ കാലത്ത് ഇതെല്ലാം ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ ടൈം ആയപ്പോൾ, ഡെവലപ്പ് ചെയ്യേണ്ട ടൈം ആയപ്പോൾ അവർ പറയാണ് ഇനി ഇതൊന്നും പറ്റത്തില്ല. സോ ദിസ് ഇസ് സം കൈൻഡ് ഓഫ് ഹിപ്പോക്രസി. അത് വിട്ട് കളയാം. ഇന്ത്യൻ കോഫി, ലെതർ ആൻഡ് വുഡ് ബേസ്ഡ് പ്രോഡക്റ്റ് കുഡ് ബി സിവിയർലി അഫക്റ്റഡ്, റിക്വയറിങ് കമ്പനീസ് ടു പ്രൂവ് ട്രേസബിലിറ്റി ഓഫ് ദെയർ സപ്ലൈ ചെയിൻസ്. ഇപ്പോൾ ഇന്ത്യൻ കോഫി, ലെതർ ആൻഡ് വുഡ് എക്സ്പോർട്സിനും ഇത് ബാധിക്കും. കാരണം അത് ഡീഫോറസ്റ്റേഷൻ ഇല്ലാതെ ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കണം. ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ചോക്ലേറ്റ്, നമ്മുടെ കാഡ്ബറീസ് ഒക്കെ നിങ്ങൾ നോക്കി അതിനകത്ത് എഴുതിയിട്ടുണ്ട് ചൈൽഡ് ലേബർ ഉപയോഗിച്ച് ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഈ പറയുന്ന ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഈ കൊക്കോ ഫാംസിൽ വളരെ ചെറിയ പിള്ളേരാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോക്ലേറ്റുകളാണെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും അത് എടുക്കത്തില്ല. അതുപോലൊരു പ്രശ്നമാണ് ഇവിടെ. ഓക്കെ, ഇനി FDAയുടെ ഇൻഫ്ലോസ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡഡ് എ റിവൈവൽ ഇൻ ഫിനാൻഷ്യൽ ഇയർ 25-24 ഇത് 47.2 ബില്യൺ ആയിരുന്നു. പക്ഷേ ഇത് കൂടിയിട്ടുണ്ട്, കൂടി 55.6 ബില്യൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ FDA കഴിഞ്ഞ ഒരു വർഷത്തെ പീരീഡ് നോക്കുമ്പോൾ ഇറ്റ് ഹാസ് റിവൈവ്ഡ്. ഓക്കെ, ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കിയാൽ 17%. അത് കുഴപ്പമില്ല. കഴിഞ്ഞ ടേമിനെ വെച്ച് നോക്കുമ്പോൾ ഈ ടേമിൽ FDA കൂടിയിട്ടുണ്ടെന്ന് പഠിക്കുക. ഡെസ്പൈറ്റ് FDA ഫ്ലക്ച്വേഷൻ, ഇത്രയും ലോകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ട് രാജ്യങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? കാരണം നമ്മുടെ സ്ട്രോങ് മാക്രോ എക്കണോമിക് ഫണ്ടമെൻ്റൽസ് ആണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു, നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻസ് കുഴപ്പമില്ല. ബാങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ പ്രോപ്പറാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. ഫേവറബിൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ നമുക്ക് വലിയ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് എ ഹൈ ഇക്കണോമിക് ഗ്രോത്ത് പ്രോസ്പെക്ട് കൺട്രി. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇപ്പോഴും രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് നിക്ഷേപിക്കുന്നത്, FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴുക്കുന്നത്. ഓക്കെ, ഇനി FDAയുടെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് ഇൻ ടു ദ ഡേറ്റ, FDAയിലും നിങ്ങൾ നോക്കണം, കഴിഞ്ഞ 5 വർഷത്തിൽ ഒരു കൺസിസ്റ്റൻ്റ് പാറ്റേൺ ഇല്ല. കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട്, കൂടിയും കുറഞ്ഞിരിപ്പുണ്ട്. റിപ്പാട്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യം, റിപ്പാട്രിയേഷൻ എന്ന് പറഞ്ഞാൽ വാക്ക് എന്താണ്? നമ്മുടെ രാജ്യത്ത് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ പ്രോഫിറ്റ് മാതൃരാജ്യത്തേക്ക് തന്നെ കൊണ്ടുപോകുക. ഇപ്പോൾ യൂറോപ്പിലൊരു രാജ്യം നമ്മുടെ രാജ്യത്ത് കമ്പനി തുടങ്ങി, അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് യൂറോപ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുക. ഇതിനെയാണ് റിപ്പാട്രിയേഷൻ. അപ്പോൾ റിപ്പാട്രിയേഷൻ്റെ ഒരു പാറ്റേൺ നോക്കിയാലും ഇത് കൂടിയും കുറയുകയും ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്? ഇത് കൂടിയും കുറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പക്ഷേ കഴിഞ്ഞ 2 വർഷത്തെ ഡേറ്റ നമ്മൾ നോക്കിയാൽ, 23-24 അവസാനത്തെ ഡേറ്റ നോക്കിയാൽ, ഒരു വർഷത്തെ ഡേറ്റ നോക്കിയാൽ നമ്മുടെ FDAയും കൂടിയിട്ടുണ്ട്, റിപ്പാട്രിയേഷനും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ ഡേറ്റ ആണെങ്കിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? നമ്മുടെ FDA കൂടിയിട്ടുണ്ട്, നമ്മുടെ റിപ്പാട്രിയേഷനും കൂടിയിട്ടുണ്ട്. റിപ്പാട്രിയേഷൻ പലപ്പോഴും ഒരു നല്ല സൈനാണ് പുറത്തുള്ള രാജ്യങ്ങൾക്ക്. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം വരും. കാരണം ഇന്ത്യയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ ആ പറയുന്ന ലാഭം പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഒരു രാജ്യം ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു, ഇവിടെ ലാഭം ഉണ്ടാക്കുന്നു, അത് തിരിച്ചവൻ്റെ മദർലാൻഡ്, അതിൻ്റെ ഒരു ഭാഗം തിരിച്ചവൻ്റെ മദർലാൻഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും, കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. കാരണം റിപ്പാട്രിയേഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നതിൻ്റെ എക്സാമ്പിളാണ് ഈ ഔട്ട്ഫ്ലോ ഓഫ് പ്രോഫിറ്റ്, റിപ്പാട്രിയേഷൻ. ഓക്കെ, അതൊരു മോശമായ കാര്യമായിട്ട് നിങ്ങൾ കാണണ്ട. ക്ലിയർ? ഇനി സർവീസ് സെക്ടറിൽ തന്നെയാണ് നിക്ഷേപങ്ങൾ കൂടുതൽ ഇന്ത്യയിലേക്ക് വരുന്നത്, വിത്ത് 19.1 ഷെയർ ഇൻ 25,000. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന FDIകൾ സെക്ടറുകളുടെ റോളാണ്. ഏറ്റവും കൂടുതൽ ഷെയർ ഇന്ത്യയിലേക്ക് വരുന്ന നിക്ഷേപത്തിൽ ഏറ്റവും വലിയ ഷെയർ സർവീസ് സെക്ടറാണ്, ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് സെക്ടർ 19.1, കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ സെക്ടറാണ് 14.2 രണ്ടാമത്തത്. മൂന്നാമത്തത് നോൺ കൺവെൻഷണൽ എനർജിയാണ്. നാലാമത്തത് കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി, ഹോസ്പിറ്റൽ, ഓട്ടോമൊബൈൽ, കൺസൾട്ടൻസി,
സിമെൻറ്റ് ആൻഡ് ജിപ്സം, അതുപോലെ ട്രേഡിംഗ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ വരുന്ന FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും വലിയ ഷെയർ സർവീസ്, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിങ്ങിനാണ്. അപ്പോൾ 2-3 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആ ഓർഡർ എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല, പക്ഷേ ബേസിക് മനസ്സിലാക്കുക. ക്ലിയർ? ഫോറക്സ് റിസർവ്സ്, ഇന്ത്യയുടെ ഫോറക്സ് റിസർവ്സ് എന്താണെന്ന് നോക്കുക. ക്ലിയർ? അപ്പോൾ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ഇറ്റ് ഈസ് അറൗണ്ട് 640 ബില്യൺ. നല്ലതാണ്. പണ്ട് നമ്മൾ ക്രൈസിസ് ആയ സമയത്ത് 90കളിൽ നമ്മുടെ FDI ഫോറക്സ് റിസർവ്സ് വളരെ കുറവായിരുന്നു, വളരെ ഡേഞ്ചറസ് അവസ്ഥയിലാണ്. പിന്നെയാണ് നമ്മൾ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു കവർ 10.9 months ഓഫ് ഇമ്പോർട്ട്സ്. ഇപ്പോൾ ഇന്ത്യ ഇന്ന് പ്രശ്നത്തിൽ ഏർപ്പെട്ടാലും 10 മാസം പുറത്തുനിന്ന് ചരക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ ഇന്ത്യയുടെ കയ്യിലുണ്ട്. നമ്മുടെ ഫോറക്സ് കൊണ്ട് 10 മാസം നമുക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി 90% ഓഫ് കൺട്രീസ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. അപ്പം നമ്മുടെ എക്സ്റ്റേണൽ ഡെപ്റ്റിൻ്റെ 90% കവർ ചെയ്യാൻ നമ്മുടെ ഫോറക്സ് റിസർവ്സ് കേപ്പബിൾ ആണ്. ഓക്കെ, ഇന്ത്യസ് എക്സ്റ്റേണൽ ഡെപ്റ്റ് റിമെയിൻ സ്റ്റേബിൾ ഓവർ പാസ്റ്റ് ഇയേഴ്സ് വിത്ത് എക്സ്റ്റേണൽ ഡെപ്റ്റ് ടു GDP റേഷ്യോ അറ്റ് 19.4% അറ്റ് ദ എൻഡ് ഓഫ് September 24. അപ്പം നമ്മുടെ ഡെപ്റ്റും നമ്മുടെ GDPയുടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്റ്റ് 19% വരുന്നുള്ളൂ. ഇത് വലിയ കുഴപ്പമില്ല. US ഇതിനെക്കാട്ടി വലുതാണ് അവരുടെ റേഷ്യോ. നമ്മുടെ FDIയുടെ നമ്മുടെ ഫോറക്സ് റിസർവിൻ്റെ പോക്ക് നോക്കിക്കേ, ഇതും വേവറിങ് ആട്ടോ. ഇത് കൂടി വന്നിട്ട് ഈ September 24 ആയപ്പോഴത്തേക്ക് ഇത് 706 ബില്യൺ ഡോളർ ആയിരുന്നു. പിന്നെ ഒരു ചെറിയ ഇടിവ് വന്നു. ഇത് നമ്മുടെ കറൻസിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ RBI സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ്. അതൊന്നും നിങ്ങൾ പഠിക്കുന്ന ടെക്നിക്കലാണ്, അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ വളരെ സ്ട്രോങ് ആണ്. 640 ബില്യൺ ഡോളറാണ് നമ്മുടെ ഫോറക്സ് റിസർവ്സ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ? ഇനി ഫോറക്സ് റിസർവിനകത്ത് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോറക്സ് റിസർവിനകത്ത് എന്തുണ്ട്? ഫോറിൻ കറൻസി അസറ്റുകളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ കുറേ നമ്മുടെ ഫോറക്സ് റിസർവിലുള്ളത് ഗോൾഡാണ്. ഓക്കെ, പിന്നെ റിവേഴ്സ് ട്രാൻജ് ഉണ്ട്. ഇതെന്താണെന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഉണ്ട്. ഇത് IMFൻ്റെ ഒരു അസറ്റാണ്. ദിസ് ഇസ് ആൻ അസറ്റ്, വെറും അസറ്റ് അല്ല, ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് ബെയറിങ് അസറ്റ്. ഇതൊക്കെ എന്താണെന്ന് ഹോംവർക്ക് ചെയ്യണം. ഇൻട്രസ്റ്റ് ബെയറിങ് അസറ്റാണ്, കൺട്രോൾഡ് ബൈ IMF. ഓക്കെ, ഈ RTP എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ RTP എന്ന് പറഞ്ഞാൽ ഹോംവർക്കായിട്ട് ചെയ്യേണ്ട RTP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ IMF കോട്ടയും IMF ഹോൾഡ് ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ കറൻസിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ടെക്നിക്കലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്തൊന്ന് കേട്ടോളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. ക്ലിയർ? ഇപ്പം ഇതൊക്കെ എന്താണെന്ന് പറയണം. ഈ SDRനകത്ത് 5 കറൻസിയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു SDR എന്താ? ഇറ്റ് ഈസ് എ അസറ്റ് വിച്ച് ഈസ് ഇൻട്രസ്റ്റ് ബെയറിങ്, കൺട്രോൾഡ് ബൈ IMF. അപ്പോൾ ഇതൊരു തരം അസറ്റാണ്. ഈ SDRനകത്ത് 5 രാജ്യങ്ങളുടെ കറൻസികളേ ഉള്ളൂ. ഏതൊക്കെയാണ്? US-ൻ്റെ ഡോളർ, ബ്രിട്ടണിൻ്റെ അല്ലെങ്കിൽ UK-യുടെ പൗണ്ട്, ഓക്കെ, ചൈനയുടെ റെംനിബി, ജാപ്പാൻ്റെ യെൻ. ക്ലിയർ? അപ്പം ഇങ്ങനെ 4-5 കറൻസികളാണ് ഉള്ളത്. ക്ലിയർ? അപ്പോൾ 5ാമത്തെ ഏതാണെന്ന് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ഓക്കെ, US-ൻ്റെ ഡോളർ, UK-യുടെ പൗണ്ട്, ഞാൻ പറഞ്ഞുതരാം, യൂറോപ്യൻ യൂണിയൻ്റെ യൂറോ. ഈ 5 കറൻസികളാണ് എന്തിനകത്തുള്ളത്? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിനകത്ത് വരുന്നത്. US-ൻ്റെ ഡോളർ, UK-യുടെ പൗണ്ട്, ചൈനയുടെ റെംനിബി, ജപ്പാൻ്റെ യെൻ, EU-ൻ്റെ യൂറോ. ഞാൻ ബേസിക്സ് ആട്ടോ പറയുന്നത്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാത്തത്. ഓക്കെ, ഇനി ഇന്ത്യക്ക് എന്ത് ചെയ്യണം? വി നീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഇന്ത്യ ഫോർ അട്രാക്റ്റിംഗ് മോർ FDI. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കണം? FDI നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഓപ്പൺ റൂട്ട് അല്ലെങ്കിൽ ഫോറിൻ ഓപ്പൺ റൂട്ട് വഴി വരണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൂട്ട് വഴി വരണം. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണമെങ്കിൽ ഇന്ത്യക്കും ബാരിയേഴ്സ് വരാം. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ന കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം, ഇന്നൊക്കെ മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം. അപ്പോൾ ചിലതുണ്ട് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അലൗ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഓട്ടോമാറ്റിക് റൂട്ടിൽ സ്വീകരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ എൻഹാൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് എഫിഷ്യൻസി. വി ഷുഡ് ഫോക്കസ് ഓൺ ഡീറെഗുലേഷൻ ടു ഇംപ്രൂവ് ഈസ് ഓഫ് ബിസിനസ്. എല്ലാത്തിനും നമ്മൾ സ്ട്രിക്റ്റ് റൂളുകൾ വെച്ചാൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ഈ വർഷത്തെ എക്കണോമിക് സർവേ ഡീറെഗുലേഷനിൽ ഒത്തിരി അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയും സ്ട്രോങ് ആക്കണം. ആൻഡ് വി ഷുഡ് ഇൻറ്റഗ്രേറ്റ് ഇറ്റ് വിത്ത് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ്. ഒക്കെ ബേസിക്കാണ്, സ്റ്റാറ്റിക് കാര്യങ്ങളാണ്, നിങ്ങൾ പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.
ഇതിനകത്ത് എക്കണോമിക് സർവേ പറയുന്നത് വി ഷുഡ് ഡെവലപ്പ് ലോജിസ്റ്റിക് ഹബ്സ് ആൻഡ് എൻഹാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പം ലോജിസ്റ്റിക്കൽ ഹബ്ബും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറയ്ക്കണം. വി ഷുഡ് ഡു പോളിസി റിഫോംസ് ദാറ്റ് ലെഡ് ടു ഇംപ്രൂവ്മെൻറ്റ് ഇൻ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ നമ്മൾ കൂടുതൽ എഫിഷ്യൻ്റ് ആവണം. നമുക്ക് കോൾഡ് സ്റ്റോറേജുകൾ വരണം, നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസ് വരണം, നമ്മുടെ റോഡ്സ് ബെറ്റർ ആവണം. അതായത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തൊട്ട് ഒരാളുടെ കസ്റ്റമറിൻ്റെ കൈ എത്തുന്ന വരെ കാര്യങ്ങളെല്ലാം നമ്മൾ സൂപ്പറായിട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? EBREC പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പേപ്പർലെസ് ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ്. ഇതൊരു പേപ്പർലെസ് സിസ്റ്റമാണ് വേർ ബാങ്ക്സ് ട്രാൻസ്ഫർ ഫിനാൻഷ്യൽ ഡേറ്റ ടു DFT. ഓക്കെ, DFT എന്താണെന്നുള്ളത് നിങ്ങൾ ഹോംവർക്കിൽ പഠിക്കുക. പിന്നെ ഒരു ട്രേഡ് കണക്റ്റ് പ്രോഗ്രാം ഉണ്ട്, പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ട്രേഡ് കണക്റ്റ് പ്ലാറ്റ്ഫോം ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം. ഈ ട്രേഡ് കണക്റ്റ് പ്ലാറ്റ്ഫോം ആട്ടോ, ഇതൊരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ഇറ്റ് വിൽ പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു ദ എക്സ്പോർട്ടേഴ്സ്. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ആർക്ക് കിട്ടും? ഈ പറയുന്ന എക്സ്പോർട്ടേഴ്സിന് കിട്ടും. അവർക്ക് ആവശ്യം ട്രേഡ് ചെയ്യാനുള്ള ഇൻഫർമേഷനുകളും റിസോഴ്സുകളും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. അണ്ടർസ്റ്റുഡ്? ഇതൊരു ഇൻഫർമേഷൻ അസിമിട്രി ഒഴിവാക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് പല മിനിസ്ട്രികൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ MEA ഇതിൻ്റെ ഭാഗമാണ്, എക്സിം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഇതിൻ്റെ ഭാഗമാണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇതിൻ്റെ ഭാഗമാണ്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ്, എനിക്കൊന്ന് MSME ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുകയും ബെറ്റർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ എക്സ്പോർട്ടേഴ്സിനെയും ഇമ്പോർട്ടൻ്റ് ആയ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെയും ഇവർ ലിങ്ക് ചെയ്യും. അതായത് ഫോറിൻ മിഷൻസ് ആവട്ടെ, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ആയിരിക്കട്ടെ, ഇവരെ എല്ലാം എക്സ്പോർട്ടേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ എക്സ്പോർട്ടേഴ്സിന് കൂടുതൽ അറിവ് കിട്ടും, അവർക്ക് വേണ്ട ഡേറ്റ എല്ലാം കിട്ടും. ഇതാണ് എന്ത്? ലോഞ്ച് ഓഫ് ട്രേഡ് കണക്റ്റ് പ്ലാറ്റ്ഫോം. ഇതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. ബേസിക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബേസിക്കലി ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എക്സ്പോർട്ടേഴ്സിന് വേണ്ട റിസോഴ്സസും ഇൻഫർമേഷനും കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ട്രേഡ് കണക്റ്റ് പ്ലാറ്റ്ഫോം. പിന്നെ DGFT ട്രേഡ് ഫെസിലിറ്റേഷൻ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ DGFT എന്താ സ്റ്റുഡൻസ്? വാട്ട് ഈസ് DGFT? ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. DGFT മീൻസ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഓക്കെ, ഇനി കൺക്ലൂഷൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ നമുക്ക് നോക്കേണ്ടി വരും. അതിനകത്ത് നമ്മൾ ഇത്രയും കൺക്ലൂഡ് ചെയ്യുന്നു. ഇന്ത്യസ് എക്സ്റ്റേണൽ സെക്ടർ റിമെയിൻസ് റെസിലിയൻറ്റ് ഡെസ്പൈറ്റ് ഗ്ലോബൽ ട്രേഡ് പ്രൊട്ടക്ഷനിസം. ഇത്രയും പ്രൊട്ടക്ഷനിസത്തിൻ്റെ കാലമാണെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. വി ഹാവ് വാട്ട് വി ഷുഡ് ഡു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വി ഷുഡ് റെഡ്യൂസ് ട്രേഡ് കോസ്റ്റ്, വി ഷുഡ് ഇംപ്രൂവ് ട്രേഡ് ഫെസിലിറ്റേഷൻ. വലിയ വലിയ കോംപ്ലയൻസും റെഗുലേഷൻസും കൊണ്ടുവന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എക്സ്പാൻഡിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്. യൂറോപ്പും യൂണിയനും മാത്രമല്ല, ഇന്ത്യയുടെ എക്സ്പോർട്സ് കുറേയൊക്കെ ഈ EUവിലും US വേറെ സ്ഥലത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങും. കാരണം EUവും USും നാളെ നമുക്കൊരു പണി തന്നാലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. പിന്നെ സ്ട്രെങ്തനിങ് ഇന്ത്യാസ് റോൾ ഇൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻസ്. ഓക്കെ, അതിന് നമ്മുടെ പോർട്ടുകളൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കണം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വി ഷുഡ് സ്ട്രെങ്തൻ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ടു എൻഹാൻസ് കോമ്പറ്റീഷൻ. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമൊക്കെ സ്ട്രോങ് ആക്കുക. ക്ലിയർ? സോ ദാറ്റ് വുഡ് ബി ദ എൻഡ് ഓഫ് എക്സ്റ്റേണൽ സെക്ടർ. നമ്മൾ വളരെ കോംപ്രഹെൻസീവായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കണം. ഇൻഫ്ലേഷൻ ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. സോ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ എക്കണോമിക് സർവേയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളിൽ ഒരെണ്ണമാണ്. മീഡിയം ടേം ഔട്ട്ലുക്ക്, ഡീറെഗുലേഷൻ ഡ്രൈവ് സ്കോർ ഗ്രോത്ത്. ഇത് എക്കണോമിക് സർവേയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം എന്ന് ഞാൻ പറയും. ഡീറെഗുലേഷനെയാണ് വളരെയധികം സ്ട്രെസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യ ഈസ് അണ്ടർഗോയിങ് മേജർ ട്രാൻസ്ഫോർമേഷൻ ബട്ട് ഫേസിങ് ചാലഞ്ചസ്, ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ്. നമുക്ക് ചില ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, പക്ഷേ ചില തടസ്സങ്ങളും ചാലഞ്ചസും ഉണ്ട് ഡ്യൂ ടു ജിയോ ഇക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷൻ. ടു അച്ചീവ് വികസിത് ഭാരത്, നമ്മൾ ഡെവലപ്ഡ് ഇന്ത്യ ആവണമെങ്കിൽ ബൈ 2040 വി നീഡ് ടു ഗ്രോ അറ്റ് 8% അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ്. മാർക്കറ്റ് പ്രൈസ് എന്താണ്, കറണ്ട് പ്രൈസ് എന്താണ്, കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്താണെന്നൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുക ഫോർ ദ നെക്സ്റ്റ് 10 to 20 ഇയേഴ്സ്. അപ്പോൾ അടുത്ത 10-20 വർഷത്തിൽ 8% ഗ്രോത്ത് റേറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് ഉണ്ടെങ്കിലേ നമ്മൾ വികസിത് ഭാരത് ആവുള്ളൂ, അല്ലെങ്കിൽ ആ ഗ്രോത്ത് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. ഒന്ന് ജിയോ എക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷൻ, പിന്നെ ചൈനയുടെ
മാനുഫാക്ചറിങ് ഡോമിനൻസ്, പിന്നെ എനർജി ട്രാൻസിഷനുള്ള ഡിപ്പെൻഡൻസി. ഇത് നമ്മൾ എവിടെ പഠിക്കും? ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ വേറൊരു ചാപ്റ്ററിലായിരിക്കും പഠിക്കുന്നത്. ഈ പിക്ചർ നിങ്ങൾ നോക്കണ്ട, ദിസ് വിൽ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്സ്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ GDP കൺസിസ്റ്റൻ്റ്ലി കൂടി വരുന്നു, ഇത് കൺസിസ്റ്റൻ്റ്ലി കൂടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 30 നമ്മുടെ ഗ്രോത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് $6.3 trillion ബൈ ഫിനാൻഷ്യൽ ഇയർ 30. ക്ലിയർ? അപ്പോൾ ഈ ഗ്രോത്താണ് IMFൻ്റെ നമ്മുടെ GDPയുടെ എമൗണ്ടാണ് ഈ പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യയുടെ, അമേരിക്കയും ഇന്ത്യയായിട്ടുള്ള കറൻസി വാല്യൂവിൻ്റെ കമ്പാരിസൺ ഇത് കൂടിക്കൂടി പോകും. അതായത് റുപ്പി ഇനിയുമുള്ള കാലത്തും താഴോട്ട് തന്നെ പോകും. ഓക്കെ, റുപ്പിയുടെ വാല്യൂ ഇനിയുള്ള കാലം താഴോട്ട് തന്നെ പോകും. പക്ഷേ ഇതിനൊരു ഗുണമുണ്ട്, റുപ്പിയുടെ വാല്യൂ താഴോട്ട് പോകുമ്പോൾ നമുക്കത് എക്സ്പോർട്സിന് ഉപയോഗിക്കാം. നമ്മുടെ എക്സ്പോർട്ട് കൂടുതൽ കോമ്പറ്റിറ്റീവ് ആവും. റുപ്പിയുടെ വാല്യൂ താഴുമ്പോൾ എക്സ്പോർട്ട് കോമ്പറ്റിറ്റീവ് ആവും. പക്ഷേ അതൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ്ലി ആവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ബേസിക്സ് ആണ്. അപ്പം IMFൻ്റെ പ്രൊഡിക്ഷൻ അനുസരിച്ച് നമ്മുടെ GDP വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2030 അനുസരിച്ച് ഇത് $6.3 trillion ആവും. എക്സ്ചേഞ്ച് റേറ്റ് പക്ഷേ നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടില്ല. നമ്മുടെ റുപ്പി ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ലെസ് വാല്യൂ. അതിനിയും കാണും. ഓക്കെ, ഇനിയും ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പ്ലീസ് ബി അറ്റൻറ്റീവ് ഇൻ ദിസ്. ഇത് നിങ്ങൾക്ക് മെയിൻസിൽ ഒരു ചോദ്യം ആവാനും നല്ല സാധ്യതയുണ്ട്. എന്താണ് ജിയോ എക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷൻ? നിങ്ങൾക്കറിയാം, ദ ഗ്ലോബൽ എക്കണോമിക് ഓർഡർ ഇസ് ഷിഫ്റ്റിംഗ് അവേ ഫ്രം ഹൈപ്പർ ഗ്ലോബലൈസേഷൻ. 1980 തൊട്ട് 2010 വരെ ലോകം ഹൈപ്പർ ഗ്ലോബലൈസേഷനാണ് കണ്ടത്. അതായത് ഫ്രീ ട്രേഡ് വളർത്തുക, മാക്സിമം താരിഫുകൾ കുറയ്ക്കുക, രാജ്യങ്ങൾക്ക് മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൊടുക്കുക, ട്രേഡിൻ്റെ റെസ്ട്രിക്ഷൻസ് മാക്സിമം കുറയ്ക്കുക, ഗാട്ടും WTO ഒക്കെ ഇതാ പറഞ്ഞു. പക്ഷേ 2010 കഴിഞ്ഞിട്ട് ദർ ആർ ചേഞ്ചസ്. 2010 തൊട്ടുള്ള കാലത്തെ ചിലർ പറയുന്നു സ്ലോബലൈസേഷൻ എന്ന് ചിലരൊരു വാക്ക് ഉപയോഗിക്കും. സ്ലോബലൈസേഷൻ എന്താണ് ഈ സ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ്റെ സ്പീഡ് കുറയുകയാണ്. അതായത് രാജ്യങ്ങൾ ഫ്രീ ട്രേഡിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസികൾ എടുക്കുന്നു, ട്രേഡ് ബാരിയേഴ്സ് വെക്കുന്നു. ഇപ്പം നമ്മൾ നോക്കിയാൽ നോൺ ട്രേഡ് ബാരിയേഴ്സ് കൂടുതൽ വെക്കുന്നു, താരിഫ് ബാരിയേഴ്സ്. ആദ്യം താരിഫ് ബാരിയേഴ്സ് ആയിരുന്നു പ്രശ്നം, ഇപ്പം നോൺ താരിഫ് ബാരിയേഴ്സ് കൂടുതൽ വെക്കുന്നു. വെൻ ഇൻ്റർനാഷണൽ ട്രേഡ്, ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലറിഷ്. ഹൈപ്പർ ഗ്ലോബലൈസേഷൻ്റെ സമയത്ത് ഇൻ്റർനാഷണൽ ട്രേഡും ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റും ഫ്ലറിഷ് ചെയ്തു. ഇപ്പോൾ പക്ഷേ ഈ പ്രശ്നമുണ്ട്, രാജ്യങ്ങൾ പ്രൊട്ടക്ഷനിസ്റ്റ് ആവുകയാണ്. ഞാൻ നേരത്തെ പഠിപ്പിച്ചു, നിയർ ഷോറിങ്ങും ഫ്രണ്ട് ഷോറിങ്ങും നടക്കുകയാണ്. ഓക്കെ, GF refers to reversal of globalization due to rising trade barriers. താരിഫ് കൂട്ടുന്നു, ഇമ്പോർട്ട് കൂട്ടുന്നു, റെസ്ട്രിക്ഷൻസ് കൂട്ടുന്നു, പ്രൊട്ടക്ഷനിസം കൂടുന്നു. പ്രൊട്ടക്ഷനിസത്തിൻ്റെ എക്സാമ്പിളാണ് ഫ്രണ്ട് ഷോറിങ്. ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമേ കച്ചവടം നടത്തുന്നുള്ളൂ, ബാക്കി രാജ്യങ്ങളെ എൻഗേജ് ചെയ്യുന്നില്ല. ഇക്കണോമിക് ബ്ലോക്കുകൾ ഉണ്ടാക്കി അവർ തമ്മിൽ ട്രേഡ് മാത്രം നടക്കുന്നു. ഇപ്പോൾ ഇക്കണോമിക് ബ്ലോക്ക് എന്താ? നമ്മുടെ റീജിയൽ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാക്ട്, RCP ഒരു പാക്റ്റാണ്. ഓക്കെ, ചെറിയ ചെറിയ പാക്റ്റുകൾ ഉണ്ടാക്കുക, ആ രാജ്യങ്ങൾ മാത്രം തമ്മിൽ ട്രേഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ US, മെക്സിക്കോ, കാനഡ ട്രേഡ് പാക്റ്റ് ഉണ്ട്, അതിപ്പോൾ ന്യൂസിലും ഉണ്ട്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നടക്കുന്നുണ്ട്, US ചൈന ട്രേഡ് വാർ നടക്കുന്നുണ്ട്. US ചൈനയുടെ മുകളിൽ 10% ടാക്സ് വെച്ചപ്പോൾ ചൈന USൻ്റെ മുകളിൽ 15% ടാക്സ് വെച്ചു. ടെക്നോളജി ഡീകപ്ലിംഗ്, അതായത് റെസ്ട്രിക്ഷൻസ് ഓൺ സെമി കണ്ടക്ടർ ട്രേഡ്. ഇന്ത്യക്ക് ഇപ്പോഴും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഡെവലപ്ഡ് അല്ല, അത് കൊറിയയും USA അതുപോലെ നെതർലാൻഡ്സും ഒക്കെയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ചിപ്സിനകത്തും കണ്ടക്ടർ ഇൻഡസ്ട്രിയിലും ഒക്കെ വലുതായിട്ട് വളരുന്നു. അപ്പം ഈ സെമി കണ്ടക്ടർ ടെക്നോളജി ഒന്നും പുറത്തോട്ട് പോകാൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സമ്മതിക്കുന്നില്ല. ദാറ്റ് ഈസ് ഓൾസോ എ കൺസേൺ. ഓക്കെ, ഇനി കോൺസിക്വൻസ് ഓഫ് GF, ജിയോ എക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചില ഫ്രണ്ട്ലി കൺട്രികൾ മാത്രം തമ്മിൽ ട്രേഡ് ചെയ്യുക, റെസ്ട്രിക്റ്റഡ് പ്രാക്ടീസ് ചെയ്യുക, ഗ്ലോബലൈസേഷൻ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുക. ഇതിനെയാണ് ജിയോ എക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. WTO റിപ്പോർട്ടഡ് റൈസ് ഇൻ ട്രേഡ് റെസ്ട്രിക്ഷൻസ്. ദിസ് റെഡ്യൂസസ് ദ ആക്സസ് ടു ഫോറിൻ മാർക്കറ്റ്സ്. അതായത് നിങ്ങൾ നോക്കിക്കുക, ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഈ 2019 കഴിഞ്ഞിട്ട് വളരെ കൂടുതൽ, അത് കുറേയും കൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 2019 കഴിഞ്ഞ് നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് ഈസ് ഓൺ ദ റൈസ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് വന്നത് സ്ട്രാറ്റജിക് കോമ്പറ്റൻസ് വെച്ചിട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പേരും പറഞ്ഞ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ കൺസേൺ വെച്ചിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റിയുടെ പേര് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നോൺ ട്രേഡ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ വഴി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്ക പറയും ഇറാൻ്റെ കയ്യിൽ നിന്ന് ഒരു ട്രേഡും പാടില്ല, എൻ്റെ ജിയോ പൊളിറ്റിക്കൽ കാര്യമാണ്, എൻ്റെ നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യമാണ്, അതുകൊണ്ട് ഇറാൻ്റെ കയ്യിൽ നിന്ന് ഞാനൊന്നും മേടിക്കില്ല, വേറെ രാജ്യങ്ങൾ മേടിക്കാനും സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒത്തിരി കൂടുന്നുണ്ട്. ഇത് FDIയെ ഇമ്പാക്റ്റ് ചെയ്യും. FDI ഈസ് ഇൻക്രീസിംഗ്ലി കോൺസെൻട്രേറ്റഡ് അമൗണ്ട് ജിയോ പൊളിറ്റിക്കൽ അലൈസ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ നാട്ടിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഇത് ഇന്ത്യയെ പോലുള്ള എമർജിങ് മാർക്കറ്റ്സിന് ഒരു ടെൻഷനാണ്.
നാളെ ഈ യൂറോപ്യനും അമേരിക്കയൊക്കെ അവർ തമ്മിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ എൻ്റെ നാട്ടിലേക്ക് ആര് ഇൻവെസ്റ്റ് ചെയ്യും? പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമുക്കൊരു വലിയ മാർക്കറ്റ് ഉള്ളതുകൊണ്ട്, പ്രോഫിറ്റ് ഉള്ളതുകൊണ്ടും ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ നമുക്ക് ഈ കണക്കുകൾ അനുസരിച്ച് ഒരു കണക്ക് വരുന്നുണ്ട്, ഇങ്ങനെ ഈ പ്രൊട്ടക്ഷനിസവും ജിയോ എക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷനും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ IMF പറയുന്നു വേൾഡിലെ GDP 0.2 മുതൽ 0.7% വരെ ഡിക്ലൈൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, GDP ലോസ് കുഡ് റൈസ് ടു 8.12% ഇൻ സം കൺട്രീസ്. ചില രാജ്യത്ത് GDPയിൽ 8 തൊട്ട് 12% ഇടിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ജിയോ എക്കണോമിക് ഫ്രാഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം. ഇന്ത്യ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ത്യ മാക്സിമം സെൽഫ് റിലയൻ്റ് ആവണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അൻപേ ആവണമെന്ന് പറയും. അൻപേ എന്താ? ആത്മനിർഭർ ഭാരത് ആവണം നമ്മൾ. ഓക്കെ, പുറത്തുനിന്നുള്ള ഡിപ്പെൻഡൻസീസ് കുറഞ്ഞ് നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കി തുടങ്ങും. വി ഷുഡ് സ്ട്രെങ്തൻ അവർ ഗ്രോത്ത് ലിവേഴ്സ് ബൈ റെഡ്യൂസിങ് ഇൻറ്റേർണൽ ബാരിയേഴ്സ് ടു ബിസിനസ് എക്സ്പാൻഷൻ. നമുക്ക് കുറേ ബാരിയേഴ്സ് നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ടാക്സ് കൂട്ടിയിട്ടുണ്ട്, കുറേയധികം കോംപ്ലയൻസ് കോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. പുറത്തെ ലോകത്തെ മാത്രം, പുറം രാജ്യങ്ങളെ മാത്രം നമ്മൾ നോക്കിയിരുന്നിട്ടും കാര്യമില്ല. ഇനി ഒരു വലിയ കൺസേൺ ആണ് ചൈനയുടെ ഡോമിനൻസ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. 2000 ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിൽ ചൈനയുടെ റോള് 6%. പക്ഷേ 2024 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്, ഇപ്പം നമുക്ക് പുതിയ ഡേറ്റ വന്നിട്ടില്ല, ഇത് 45% ഗ്ലോബൽ മാനുഫാക്ചറിങ് ചൈനയുടെ കയ്യിലായിരിക്കും, മാച്ചിങ് ദ കമ്പൈൻഡ് ഔട്ട്പുട്ട് ഓഫ് US ആൻഡ് ഇറ്റ്സ് അലൈസ്. ദിസ് ഈസ് എ സ്ലൈറ്റ് ടെൻഷൻ. ഓക്കെ, ചൈന ഡോമിനേറ്റ്സ് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് സച്ച് ആസ് EV സെക്ടർ ആയിക്കോട്ടെ, ക്രിട്ടിക്കൽ മിനറൽസ്, ലിഥിയം, കൊബാൾട്ട്, നിക്കൽ, ഗ്രാഫൈറ്റ്, ഇതിൻ്റെ എല്ലാം കൺട്രോൾ ചൈനയുടെ കയ്യിലാണ്. സോളാർ പാനൽ പ്രൊഡക്ഷൻ 80% മാർക്കറ്റ് ഷെയർ ചൈനയുടെ കയ്യിലാണ്. ഓക്കെ, ഇന്ത്യ എങ്ങനെ എഫക്റ്റ് ചെയ്യും? ചൈന ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യ എങ്ങനെ എഫക്റ്റ് ചെയ്യും? ഇന്ത്യ ചൈനയുടെ മുകളിൽ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ 75% ലിഥിയം അയൺ ബാറ്ററി ഇമ്പോർട്ട്സ് ചൈനയുടെ കയ്യിൽ നിന്നാണ്. നമ്മുടെ ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ കോമ്പോണൻസ് നമ്മൾ വരുത്തുന്നത് ചൈനയിൽ നിന്നാണ്. റെയർ എർത്ത് മിനറൽസ് ലോകത്ത് 70% ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ചൈനയാണ് പ്രോസസ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈന ഇന്ത്യക്കെതിരെ ഒരു എക്സ്പോർട്ട് ബാൻ വെച്ചു. അതായത് ഇന്ത്യക്ക് ചൈന തരില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ റിന്യൂവബിൾ എനർജി സെക്ടറും EV സെക്ടറും സഫർ ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, അതുകൊണ്ട് ചൈന എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം സ്ട്രോങ് ആക്കണം. നമ്മുടെ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് EVs അത് ബെറ്റർ ആക്കണം. ഫെയിം സ്കീം നിങ്ങൾ എന്താണെന്ന് നോക്കണം. കാബിൽ ഇനീഷ്യേറ്റീവ് ഉണ്ട്, ക്രിട്ടിക്കൽ മിനറൽസിന് വേണ്ടി നിർമ്മിച്ച ഒരു കമ്പനിയാണ് ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ്. ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ് ഇതെന്ത് ചെയ്യും? ക്രിട്ടിക്കൽ മിനറൽസ് പുറത്തുനിന്ന് സോഴ്സ് ചെയ്യുകയും അതുപോലെ പ്രോസസ്സ് ചെയ്യുകയും എല്ലാം ചെയ്യും. ഇതാണ് കാബിൽ. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ ഡിസ്ട്രപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം, ഐ വിൽ ബി ബാക്ക്. സ്റ്റുഡൻസ്, സോറി ഫോർ ദ ഡിസ്റപ്ഷൻ. പക്ഷേ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഇനി ഉണ്ടാവും. ബട്ട് യു ബെയർ വിത്ത് മീ, ക്ലാസ് വിൽ കണ്ടിന്യൂ. ഓക്കെ, ഇപ്പോൾ ചൈനയുടെ ഡോമിനൻസും ഇന്ത്യയുടെ കൗണ്ടറും നമ്മൾ നോക്കി. ഓക്കെ, വി ഹാവ് സീൻ ചൈനീസ് ഡോമിനൻസ് ആൻഡ് ഇന്ത്യാസ് കൗണ്ടർ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ എന്ത് ചെയ്യണം? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2.0 പ്രൊമോട്ട് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലയൻസ് ബർഡൻ കുറയ്ക്കണം. കംപ്ലയൻസ് ബർഡൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യങ്ങൾ എന്ത് ചെയ്യില്ല? ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ദെൻ വി ഷുഡ് സ്ട്രീം ലൈൻ സിസ്റ്റം പ്രോസസ് ആൻഡ് ഇൻഫോ, എലിമിനേറ്റിംഗ് റിഡൻഡൻറ്റ് ആൻഡ് ക്ലാരിഫൈങ് പ്രോസസ്സ്. പിന്നെ മാക്സിമം കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ മോഡിൽ ചെയ്യാൻ നോക്കുക. എസ്റ്റാബ്ലിഷിങ് ഡിജിറ്റൽ മീൻസ് ഓഫ് ഇൻട്രാക്ഷൻ. നമ്മൾ ചിലപ്പോൾ ചാറ്റ് ബോർഡ്സിനെ യൂസ് ചെയ്യുന്ന കാണാം. പിന്നെ കമ്പനികൾക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. സെക്കൻഡ് ഫേസ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് റിസ്ക് ബേസ്ഡ് റെഗുലേഷൻ, ടൈലർ ലീഗൽ നോംസ് ടു റിസ്ക് പ്രൊഫൈൽ, ഇൻവോൾവ് തേർഡ് പാർട്ടീസ്. നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? താരിഫ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, റെഡ്യൂസിങ് റിമൂവിങ് ഫീസ്, താരിഫ് പെയ്ഡ് ടു ഗവൺമെൻറ് ഫോർ യൂട്ടിലിറ്റീസ്. ഈ കമ്പനികൾ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില കുറയ്ക്കാം. സെറ്റ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഫോർ എൻഫോഴ്സ്മെൻറ്റ്, പിന്നെ ലിബറലൈസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കൺട്രോൾസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബെറ്റർ ആവും. വി വിൽ ബി ഏബിൾ ടു കൗണ്ടർ ചൈന ആൻഡ് വി വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് പുട്ട്. ഓക്കെ, ഇനി ഇന്ത്യാസ്
അൺലോക്കിംഗ് ഇന്ത്യാസ് ഗ്രോത്ത് ത്രൂ ഡീറെഗുലേഷൻ. ഈ ഡീറെഗുലേഷൻ തന്നെയാണ് ഒരു മെയിൻ തീം ഈ വർഷത്തെ എക്കണോമിക് സർവേയുടെ. നമുക്ക് എന്ത് ചെയ്യണം? വി ഷുഡ് റെഡ്യൂസ് റെഗുലേറ്ററി കോംപ്ലയൻസസ്. കൂടുതൽ കോംപ്ലയൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനി തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടായി, അതിൻ്റെ ഒരു പ്ലാന്റ് തുടങ്ങാൻ ബുദ്ധിമുട്ടാക്കി, അത് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാക്കി. അങ്ങനെ ആകുമ്പോൾ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. ദിസ് വിൽ റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് എഫിഷ്യൻസി, ലിമിറ്റ് ബിസിനസ് എക്സ്പാൻഷൻ, ഇൻക്രീസിങ് കോസ്റ്റ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്. അപ്പോൾ റെഗുലേഷൻ കോസ്റ്റുകൾ ഒതുക്കും. ഗവൺമെൻറ് ആവശ്യമില്ലാതെ ബിസിനസ്സിൽ ഇടപെടുകയും കൂടുതൽ റെഗുലേഷൻസ് വരുത്തിയൊക്കെ ചെയ്താൽ പ്രശ്നമാവും. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ വലിയ വലിയ ലൈസൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ദാറ്റ് വിൽ നോട്ട് ബി പ്രൊഡക്റ്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? വി ഷുഡ് അൺലോക്ക് ഇന്ത്യാസ് ഗ്രോത്ത് ത്രൂ ഡീറെഗുലേഷൻ. അപ്പോൾ ചില കീ ഏരിയാസ് നമ്മൾ ഡീറെഗുലേറ്റ് ചെയ്യണം. ലേബർ ലോസ്, വി ഷുഡ് റിഡ്യൂസ് റിജിഡ് എംപ്ലോയ്മെൻറ്റ് റെഗുലേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റോൾസ്, വി ഷുഡ് സിംപ്ലിഫൈ ലാൻഡ് യൂസ് ആൻഡ് കൺസ്ട്രക്ഷൻ അപ്രൂവൽ. പക്ഷേ ഇതൊക്കെ ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ അപ്രൂവലുകൾ വീക്കാക്കി കഴിഞ്ഞാൽ, സിമ്പിളാക്കി കഴിഞ്ഞാൽ ചിലപ്പം ബലമില്ലാത്ത കെട്ടിടങ്ങൾ പണിഞ്ഞു വയ്ക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബിൽഡിങ്ങിന് തീ പിടിച്ചും ബിൽഡിങ് കൊളാപ്സ് ചെയ്ത് ഒത്തിരി പ്രശ്നം ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഡൗട്ട്ഫുള്ളാണ്. ഇത് ശ്രദ്ധിക്കാതെ ചെയ്താൽ ദിസ് ഇസ് ഡിഫിക്കൾട്ട്. ബിസിനസ് ലൈസൻസ് കൊടുക്കുമ്പോൾ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് കുറയ്ക്കുക. ഓക്കെ, അത് മോഹൻലാലിൻ്റെ പടത്തിൽ കാണുന്ന പോലെ മോഹൻലാലിനെ പുതിയൊരു ബിസ്ക്കറ്റ് ഫാക്ടറി നിർമ്മിക്കാൻ ഒഫീഷ്യൽസ് സമ്മതിക്കാത്ത അവസ്ഥ. അപ്പോൾ ലൈസൻസിന് വേണ്ടി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അതിലെ കറപ്ഷൻസ് കുറയ്ക്കണം. ഇലക്ട്രിസിറ്റി ആൻഡ് യൂട്ടിലിറ്റീസ്, ലോവർ താരിഫ് ഫോർ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ കമ്പനികൾക്കൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ അവർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ അവർ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. ആ പൈസ കുറച്ചാൽ അവരുടെ ഇൻപുട്ട് കോസ്റ്റ് കുറയും, അവരുടെ പ്രോഡക്റ്റ് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവുകയും ചെയ്യും. എൻവയോൺമെൻറ്റൽ റെഗുലേഷനൊക്കെ വേണം, പക്ഷേ ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് വിത്ത് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ രണ്ടിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കിയാൽ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻസ് പല സ്റ്റേറ്റും നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കണം. ഹരിയാനയും തമിഴ്നാടും കൺസ്ട്രക്ഷൻ പെർമിറ്റ് അപ്രൂവലുകൾ ഇത്തിരി സിമ്പിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഡബിൾ എഡ്ജ്ഡ് സോഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പഞ്ചാബ് റിലാക്സ് ബിൽഡിംഗ് ആൻഡ് ഫയർ സേഫ്റ്റി ലോസ്. ഇത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. എക്കണോമിക് സർവേ ഇത് സജസ്റ്റ് ചെയ്യുന്നു. എൻ്റെ മനസ്സിൽ പക്ഷേ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർലി ഇൻസ്പെക്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഡിസാസ്റ്ററുകൾ ഉണ്ടാകും. ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക അലൗഡ് വുമൺ ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റ് ഇൻ ITs. ഓക്കെ, ഇനി റിഫോംസ് ഞാൻ പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2.0 ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കാണിച്ചതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2.2. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി ഡെവലപ്പിംഗ് എ സ്ട്രോങ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് സെക്ടർ അണ്ടർ മിറ്റൽ സ്റ്റാൻഡ് മോഡൽ. ഇത് എക്കണോമിക് ടേംസിൽ നിന്ന് UPSC ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് എന്താ ഈ മിറ്റൽ സ്റ്റാൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ? മിറ്റൽ സ്റ്റാൻഡ് മോഡൽ റെഫേഴ്സ് ടു ദ സക്സസ്ഫുൾ എക്കോസിസ്റ്റം ഓഫ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻ്റർപ്രൈസസ് ഇൻ ജർമ്മനി. ജർമ്മൻ മോഡലാണ്. ഇവരെന്ത് ചെയ്യും? ഇവർ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ ഡെവലപ്പ് ചെയ്യും ഹൈ ക്വാളിറ്റിയിൽ. ഇവിടെ നിങ്ങൾക്കാണ് സ്ക്രൂവ്, ഹാമർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ സ്പാനർ, ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ ഹൈ ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്യും. ദിസ് ബിസിനസ് കംസ് ഫ്രം ദ ബാക്ക് ബോൺ. ദിസ് ബിസിനസ് ഫോം ദ ബാക്ക് ബോൺ ഓഫ് ജർമ്മൻ എക്കോണമി. ദേ ആർ നോൺ ആസ് ഹിഡൻ ചാമ്പ്യൻസ്. ദേ എക്സ്പോർട്ട് ഹൈ ക്വാളിറ്റി സ്പെഷ്യലൈസ്ഡ് പ്രോഡക്റ്റ് വേൾഡ് വൈഡ്. വലിയ വലിയ പ്രോഡക്റ്റുകളല്ല, പക്ഷെ ഉണ്ടാക്കുന്ന ഹൈ ക്വാളിറ്റിയാണ്. ചെറിയ പ്രോഡക്ട്സ്, നമ്മുടെ സ്മോൾ സെക്ടേഴ്സിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ്. എന്നിട്ട് ഇത് ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് ലോകം മൊത്തം അവരുടെ സാധനം വാങ്ങുന്നത്. ഇതിനെയാണ് മിറ്റിൽ സ്റ്റാൻഡ് മോഡൽ ഓഫ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി എഫക്റ്റീവ്. ഓക്കെ, അപ്പം കീപ് ഷെയറിങ് ദ വീഡിയോസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡേ. കീപ് റൈസിങ്. താങ്ക് യു.